ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ല. അപ്പം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റിൻ്റെ ലോങ് വീഡിയോ ആയാലെന്ന്. അപ്പോൾ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞത് കവായി സ്റ്റിക്കേഴ്സ് ആണ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഒരു A4 പേപ്പറാണ്. നിങ്ങൾക്ക് ഏത് പേപ്പറും യൂസ് ചെയ്യാട്ടെ ഗൈസ്. ഇന്ന് ഞാൻ ഈ ഒരു A4 പേപ്പർ മൊത്തം നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഇനി നമ്മൾ പരിപാടി ഗൈസ് കവായി മോഡലുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് വരച്ച് കൊടുക്കലാണ്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലുള്ള കുറച്ച് ചിത്രങ്ങളാട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഗൈസ് ഞാൻ തന്നെ വരച്ചതാണ്. പക്ഷേ ഞാനിത് ഒരു പേപ്പർ കോപ്പി യൂസ് ചെയ്തിട്ടാണ് അത് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പേപ്പർ കോപ്പി യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേപ്പർ കോപ്പി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് സ്റ്റിക്കേഴ്സാണോ വരയ്ക്കുന്നത് അതെന്ത് ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഗൈസ്, നമ്മൾ ആ ഒരു ആപ്പിൽ പോയിട്ട് അതെന്ത് ചെയ്യണം, നമുക്ക് എത്രയാണോ സൂം ചെയ്യേണ്ടത് അപ്പോൾ അത്രയും സൂം ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാനുള്ള രീതിയിൽ സൂം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു ലോക്ക് ആക്കാനുള്ള ബട്ടൺ ഉണ്ട്, അത് ലോക്ക് ആക്കിയതിന് ശേഷം പിന്നെ എത്ര നമ്മൾ ആ ഒരു ഫോണിൽ ടച്ച് ചെയ്താലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് വരയ്ക്കാം കേട്ടോ. ഇപ്പം നമുക്കിത് അൺലോക്ക് ആക്കണമെങ്കിൽ വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അൺലോക്ക് ആവും. അപ്പോൾ ഇങ്ങനെയായിട്ട് ഗൈസ് ഞാൻ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വരച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ ഗൈസ് ഞാനത് സ്റ്റിക്കേഴ്സ് മൊത്തം വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ക്യൂട്ട് ഗേൾസ് മാത്രം ഞാൻ പേപ്പർ കോപ്പി യൂസ് ചെയ്ത് വരച്ചതാണ്. ബാക്കിയൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് വരച്ചതാണ് ഗൈസ്. എൻ്റെ സ്റ്റിക്കേഴ്സ് കണ്ടാൽ മനസ്സിലാവട്ടെ എൻ്റെ കഴിവ്. എനിക്കങ്ങനെ അത്ര വരയ്ക്കാനൊന്നും അറിയില്ല, എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി ഗൈസ്, നമ്മളൊരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് അതൊക്കെ ഒന്നും കൂടി വരച്ചെടുക്കുക. അപ്പോൾ നല്ല കാണാനൊരു നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഫുൾ സ്റ്റിക്കേഴ്സും ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്നും വരച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാതും ഞാൻ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമ്മളെ പരിപാടി ഗൈസ് ഇതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കലാണ്. അങ്ങനെ പേപ്പർ മൊത്തം ഞാനങ്ങനെ സ്റ്റിക്കർ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തം കളർ ചെയ്യാട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ കളർ അങ്ങനെ ഇവിടെ എടുത്തിട്ടുണ്ട്, ക്രയോൺസും സ്കെച്ചൊക്കെ. നമുക്ക് ഓരോരുത്തരായിട്ട് കളർ ചെയ്യാട്ടെ ഗൈസ്. അങ്ങനത്തെ ഗൈസ് നമ്മൾ മൊത്തം കളർ ചെയ്തിട്ടുണ്ട്. കളർ ചെയ്തപ്പോഴാണ് ഗൈസ് അതിൻ്റെ ഒരു ഭംഗി കിട്ടിയത്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂടുതലായിട്ട് എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് ആ ക്യൂട്ടായിട്ടുള്ള ഗേൾസിനെ വരച്ചതാണ്. ഞാൻ പേപ്പർ കോപ്പി യൂസ് ചെയ്തിട്ടാണല്ലോ വരച്ചത്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് നേരെ കമൻറ്റ് ചെയ്യാട്ടെ ഗൈസ്. അപ്പം ഇനി നമ്മൾ മെയിൻ പരിപാടിയാണ് ഗൈസ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കൽ. ഇതാണ് ഗൈസ് എനിക്ക് ഏറ്റവും പണിയുള്ളത്. ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് വൈറ്റ് പോർഷൻ വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറേ പണി ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ ഗൈസ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇത് നമ്മൾ എല്ലാ സ്റ്റിക്കേഴ്സും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴാണ് ഗൈസ് കാണാൻ നല്ല ഭംഗിയുള്ളത്. ഇനിയാണ് നമ്മളെ മെയിൻ ടാസ്ക്, ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ട് നെസ്ലിപ്പിൻ്റെ ബാക്കിലുള്ള കവറാണ് കേട്ടോ ഗൈസ്. അപ്പം ഇതിൽ കുറച്ച് നെസ്ലിപ്പ് ബാക്കിയുണ്ട്, നമ്മളെ ബാർബീസിൻ്റെ ആണ്. അപ്പോൾ അത് നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോട്ട് ഈ ഒരു നെസ്ലിപ്പ് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അത് അവിടെ പെട്ടെന്ന് കിട്ടിക്കോളും. അങ്ങനെ കുറച്ച് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതൊക്കെ പീൽ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ് ഇതൊക്കെയാണ് ഞാൻ വരച്ച ക്യൂട്ട് ഗേൾസ്. അപ്പോൾ ഇതിൽ എനിക്ക് 5 ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഫ്ലവർ പിടിച്ചിരിക്കണ ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാട്ടെ ഗൈസ്. അപ്പം ഇനി നമുക്ക് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒട്ടിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു നെസ്ലിപ്പിൻ്റെ ബാക്കത്തെ കവറൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് കളവിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കവറില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഒരു A4 പേപ്പർ എടുത്തിട്ട് കുറച്ച് ഓയിൽ എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടാക്കാം. എന്നിട്ട് അത് ഡ്രൈ ചെയ്യാൻ വെക്കണം കേട്ടോ ഗൈസ്. അപ്പം ഇനി നമ്മൾ ഈ ഒരു മെയിൻ സംഭവം ഗൈസ്, ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളിന്ന് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സ്റ്റിക്കറിൻ്റെ പ്രത്യേകത സെല്ലോ ടേപ്പും ആവശ്യമില്ല, സ്റ്റിക്കർ പേപ്പറും ഇല്ലാതാണ് നമ്മൾ ഇന്ന് ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കാൻ പോകുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് ഒന്നും ആവശ്യമില്ല കേട്ടോ ഗൈസ്. നിങ്ങളുടെ അടുത്ത് ഒരു ഗ്ലൂ പശ ഉണ്ടെങ്കിൽ മാത്രം മതി. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലൂ തന്നെ വാങ്ങണം എന്നില്ല. എന്നാൽ ഏത് ഗ്ലൂ ആയാലും ഫെവിക്കോൾ ആയാലും ഫെവിഗം ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇതാണ് കൂടുതൽ ഇത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. അത് ഒട്ടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് ഇത് എന്ത് ചെയ്യുക, പീൽ ചെയ്യാനും പറ്റും. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഒട്ടിച്ച് കാണിച്ച് തരണ്ടേ. നമുക്ക് മൊത്തത്തിൽ ഒന്ന് എന്ത് ചെയ്യുക, ഈ ഒരു പേപ്പർ മൊത്തം സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. ഈ ഒരു പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിൽ പെട്ടെന്ന് തേക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടുന്നുണ്ട്, അവിടെ പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തം സ്റ്റിക്കേഴ്സ് അങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല ഗൈസ് കാണാൻ, എനിക്ക് ഒരുപാടായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മളെ മെയിൻ പരിപാടി ഇതിന് മുകളിൽ കവായി സ്റ്റിക്കേഴ്സാണ്. അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കവായി സ്റ്റിക്കേഴ്സ് എന്നൊരു ഡിസൈൻ ഉണ്ടാക്കുന്നുണ്ട്.
ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ആക്കാട്ടെ ഈ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടും നമ്മൾ ചിത്രം വരച്ചതിന് ശേഷം സെല്ലോ ടേപ്പിൻ്റെ ബാക്കിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ സ്റ്റിക്കേഴ്സ് അടിപൊളിയായി. ഇന്ന് നമ്മൾ സെല്ലോ ടേപ്പ് ഇല്ലാത്തൊരു സ്റ്റിക്കേഴ്സാണ്, അപ്പോൾ അതും യൂസ്ഫുൾ ആവാൻ നോക്കണ്ട കേട്ടോ ഗൈസ്. അങ്ങനെ അവിടെ കവായ സ്റ്റിക്കേഴ്സ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അവിടെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഗൈസ്. ഇത് ഒട്ടിച്ചപ്പോഴാണ് ഗൈസ് അതിന് കൂടുതലായിട്ടുള്ള ഭംഗി വന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ കവായ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായി നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ ഈ ഒരു സ്റ്റിക്കേഴ്സ്. സെല്ലോ ടേപ്പോ സ്റ്റിക്കർ പേപ്പറോ ഒന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. ഒരു പശ മാത്രം മതി നമുക്ക് ഈ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊന്ന് വർക്കാവോ നോക്കണ്ടേ. അങ്ങനെ ഞാൻ എൻ്റെ ക്യൂട്ടായിട്ടുള്ള ജേർണൽ ഡയറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ഒട്ടിച്ചാക്കട്ടെ ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ക്യൂട്ട് ഗേളിന് തന്നെയാണ് ഫസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടിച്ചിട്ട് ഇത് വർക്കാവുമോ എന്ന് നോക്കാം. അങ്ങനെ ഞാൻ തീകളൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ, വരയ്ക്കാനൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്, അതിന് സുഖമായി. അങ്ങനെ ഒട്ടിച്ചപ്പോഴാണ് ഗായ്സ് നന്നായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ പേപ്പറിൽ. നമുക്കത് വീണ്ടും ഇതിന് റിയൂസ് ആയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ കവായ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡിയായി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇത് ക്രാഫ്റ്റ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ പറയാം. അപ്പം അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.